6 വള്ളി കണ്ടോ? 6 വള്ളി ഇവിടെ വീണ്ടും പോയി. ചില്ലി ഗോപി, കോളിഫ്ലവർ, ഇത് ഗോപി ചില്ലി അല്ലേ? അപ്പൊ അടുത്ത് ചിക്കൻ ബജ്ജി ആയിട്ടില്ല. നമ്പൂരി കുട്ടി അവിടുന്ന് കുളിക്കുന്നുണ്ട്. ഇപ്പൊ സമയം വൈകുന്നേരം 4 മണിയായി. ഫുഡെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത വെള്ളച്ചാട്ടത്തിലേക്ക് പോവാം. DPHന്റെ വീട്ടിലെടുത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നതാണ്. ഏട്ടനും എല്ലാവരും അങ്ങോട്ടേക്ക് നടന്നു. ഏട്ടനും പിന്നെ മോളും മുന്നേ നടക്കുന്നുണ്ട്. ഇപ്പം വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അതാണ് നമ്മളെ ലൊക്കേഷൻ. ചെറിയൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളെല്ലാം ആണ്. അപ്പം അങ്ങോട്ടേക്ക് പോവാം. വെള്ളച്ചാട്ടത്തിന് കുളിച്ചാൽ മാറാനുള്ള ഡ്രസ്സെല്ലാം ആയിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ അവിടെ കുക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതിനുള്ള പാത്രങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. കുറച്ച് സാധനങ്ങൾ ഇല്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഏകദേശം എത്താനായി. കിത്തിയേച്ചിയും കുഞ്ഞാവയും ഈ പറമ്പിലാണ് വീടെടുക്കുന്നത്. അതിനുള്ള സെറ്റപ്പെല്ലാം ഇത്. തോട്ടിലേക്ക് കൂടിയാണ് നമ്മളെ യാത്ര. ഇതാ നമ്മളെ വെള്ളച്ചാട്ടം. കുക്ക് ചെയ്യാനുള്ള സംഭവം ഷെഡ് പോലെ ഉണ്ട് അവിടെ. 3 കൊല്ലം മുന്നേ ഞാൻ വെള്ളം കുത്താൻ വേണ്ടി വന്ന ഇവിടെ ഇവിടം വരെ കയറുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. 6 വള്ളി കണ്ടോ? 6 വള്ളി ഇവിടെ വീണ്ടും പോയി. വെരി ഗുഡ്. ഇവിടെ ഇപ്പൊ അറിയപ്പെടുന്ന അണ്ണാണിപ്പാറാണ്. വീഴല്ല അറിയാലോ. എടാ വീടൂടാ. എണീക്ക്. വെള്ളത്തിൽ പോലെ കായനെ കൊണ്ട് ബജ്ജിയാ? കായ ബജ്ജിയാ? ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. ഇല്ല. മുളക് ബജ്ജി കഴിച്ചിട്ടുണ്ട്. എല്ലാരും കായ ബജ്ജി എങ്ങനെ ഉണ്ടാക്കുന്ന പ്രാവശ്യം പഠിക്കാമല്ലോ. ഇങ്ങനെ കീറിയില്ല. ഇത് വെള്ളത്തിൽ കിടന്നതിന്റെ കറ അങ്ങ് പോകണം. നല്ലോണം കറയാ. ഈ കറ പോയി കഴിഞ്ഞിട്ട് നമ്മൾ മാവിനകത്ത് അതിന്റെ ഉപ്പും കാര്യം എല്ലാം കൂടെ മുക്കി മസാല എല്ലാം കൂടെ മുക്കിട്ട് മല്ലിയിലിട്ട് വറുത്ത് കടന്നൊന്നും എന്ത് കഴിയുമ്പോൾ ഇതിനകത്തിരിക്കുന്ന സാധനം വരുമല്ലോ. അതെന്ത് ബജി ഉണ്ടാക്കിയാലും തക്കാളിയോ വെണ്ടക്കായോ പറ്റത്തില്ലെന്നുള്ളതേ ഉള്ളൂ. ബാക്കി ഏത് സാധനം നമുക്ക് ബജി ഉണ്ടാക്കാം. ആദ്യം വേവിക്കൊന്നും വേണ്ട. ഒന്നും വേണ്ട. ഇതിങ്ങനെ പ്രത്യേകിച്ച് എത്തിയിട്ട് അതിന്റെ കറ മുട്ട എടുത്തു. ഓക്കെ. കാപ്പി പ്രിപ്പയറിംഗ്. കണ്ടിട്ടില്ല. ഓടാ ഒരു ചാക്ക് മീൻ പിടിച്ചോണ്ടിരുന്ന എന്നോടാ അതിന്റെ കൊച്ചുമീൻ. അവള് കളിക്കുന്ന മഞ്ഞപ്പൊടി ഉണ്ടായില്ല. അമ്മ പോയി. അതിന് 4 നാരങ്ങ അത്രയും വരും മസാല ഇട്ടല്ലേ. കളക്കോ നല്ലോണം. വെള്ളത്തിൽ പോണ്ട. കാപ്പി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സൂപ്പറാ. ഇനി കേരളത്തിൽ ഇറങ്ങരുത്. ഇവിടെ മാറ്റി കഴിഞ്ഞു.
അങ്ങനെ വെള്ളച്ചാട്ടത്തിൽ നല്ലൊരു കുളിയെല്ലാം പാസ്സായിക്കൊണ്ടിരിക്കുന്നതാണ്. നല്ല തണുപ്പുള്ള വെള്ളം, നല്ല വൈബാണ് കുളിക്കാൻ. കൽഗണിയാണെങ്കിൽ വെള്ളച്ചാട്ടത്തിന്റെ കരയിൽ നിന്നിട്ട് പഴന്തുന്നു കൊടുക്കുന്നതാണ്. ഇത് മായൊക്കെ പോകണ്ടോ? അത് പോകണ്ടല്ലേ, തണുപ്പ് അറിയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫുഡ് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവിടെ കലാപരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പറഞ്ഞോ, അഖിൽക്കെന്താ പറയാനല്ലേ? അങ്ങനെ ഒരു പാട്ട് പാടുന്നതായിരിക്കും. അങ്ങനെ പാട്ട് പാടിയാട്ടെ. ആദ്യമായിട്ടാണ് ഈ വാഴക്ക ബജ്ജി കാണുന്നത്. ചില്ലി ഗോബി, കോളിഫ്ലവർ, ഇത് ഗോബി ചില്ലി അല്ലേ? ഗോബി ചില്ലി ഒന്നുമല്ല, ഗോബി പക്കോട. കോളിഫ്ലവർ നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് കടല, വേറെ കാര്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ഇഷ്ടത്തിന് ആവശ്യത്തിന് ഉപ്പും മറ്റു സംഭവം ചേർത്തിട്ട് ചിത പിടിഞ്ഞിരിക്കണം. എന്നിട്ട് ഈ കടലമാവ് വെന്ത് കഴിയുമ്പം ആ ഉള്ള ആവിയിൽ ഈ സാധനമാണ് ഉപയോഗിക്കും, അതിന്റെ ചൂടില്ല. അടുത്തായിട്ട് എന്താ? കിഴങ്ങ് വെച്ച്, കിഴങ്ങല്ല, നമ്മളുടെ കിഴങ്ങ് വെച്ച് വെച്ചാൽ കപ്പയായി. ഉരുളക്കിഴങ്ങ് വെച്ച്. അപ്പൊ അടുത്ത് ചിക്കൻ ബജ്ജി, ഫുള്ളൊരു ബജ്ജി മയം. അടുത്ത ചിക്കൻ ഫ്രൈ സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ഞാനാണ് കരിയുന്നുണ്ടാ? ആയിട്ടില്ല, ഫുള്ള് വന്നില്ല. നല്ല മുട്ടയുണ്ട്. ഇനി മുട്ട പുഴുങ്ങണം. മുട്ട പുഴുങ്ങിട്ട് എന്താ ചെയ്യാ? മസാല ഇട്ട് വറക്കാനാ? ഇത് മൊത്തം മിക്സ്. ചിക്കൻ ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, കായുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്. ഇത് കലാശക്കൊട്ടാണ്. അവസാന ട്രിപ്പ് കുറച്ച് മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഫുഡ് കഴിച്ചിട്ട് വയറ് നിറഞ്ഞു. അതുകൊണ്ട് മൊത്തം ഇട്ടിട്ടില്ല, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ബാക്കി ഇതാ മുട്ടയുടെ ബാക്കിയുണ്ട്. അമ്മു ആണെങ്കിൽ വയറ് നിറഞ്ഞിട്ട് പാമ്പ് എരിയടുത്ത പോലെയുള്ളത്. നമ്പൂരിക്കുട്ടി അവിടുന്ന് കുളിക്കുന്നുണ്ട്. അച്ചാച്ചിയും അച്ചാച്ചിയുടെ 2 കുഞ്ഞുമക്കളും ഉറങ്ങുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു. ബാക്കി സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുപോകണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.